ഹലോ ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് പ്ലസ് വൺ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇന്നും ഒരു ചെറിയൊരു യാത്രയിലാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്, എല്ലാവരും കൂടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വേളാങ്കണ്ണി വരെ പോവാണ്. ട്രെയിനിലാണ് കേട്ടോ പോകണം. ഞാൻ ആദ്യമായിട്ടാണ് വേളാങ്കണ്ണിക്ക് ട്രെയിനിൽ പോകണം. അപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോവാണ് കേട്ടോ. കാണിച്ചു തരാം. അങ്ങനെ പുലർച്ചെ 12 മണിക്കായിരുന്നു കേട്ടോ നമ്മുടെ ട്രെയിനും കാര്യങ്ങളൊക്കെ. അപ്പം എല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ്. കാരണം നമ്മൾ ഒന്നല്ലെങ്കിൽ കാർ ഓടിച്ചല്ലെങ്കിൽ ബസ്സിലൊക്കെയാണ് വേളാങ്കണ്ണിക്ക് പോവാറ്. ആദ്യമായിട്ടാണ് ട്രെയിനിൽ പോകണം. അപ്പോൾ വിശന്നാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് നിൽക്കണം. അപ്പോൾ എല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ്. ട്രെയിൻ എന്താ വരാത്തതെന്ന് വിചാരിച്ച് നോക്കിക്കാണ്. പക്ഷെ നമുക്കൊരു ഇത് പറ്റി, നമ്മൾ ബുക്ക് ചെയ്തപ്പം ഒരുമിച്ചായിരുന്നു. പക്ഷേ കൺഫർമേഷൻ വന്നപ്പോൾ 2 ഫാമിലിയും 2 അറ്റത്തായിപ്പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ മുതൽ. നമ്മുടെ ട്രെയിനിപ്പോൾ വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളും അവരും തമ്മിൽ ഒരു അഞ്ചാറല്ല ഒരു 7-8 ബോഗിയുടെ അപ്പുറമാണ് അവർ, ഞങ്ങളിപ്പുറവും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വിഷമമുണ്ട്. അപ്പോൾ അതേ ട്രെയിനിൽ കയറി നേരം വെളുത്ത് എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്താൽ മതി എന്നുള്ളതായിരുന്നു. അപ്പം കുറേ നേരം പിടിച്ചിട്ടിട്ട് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ട്രെയിൻ പിന്നെ അങ്ങനെയാണല്ലോ, കുറേ നേരം പിടിച്ചിടും, പിന്നെ ഒടുക്കത്തെ സ്പീഡ്, പിന്നെ ഇഴഞ്ഞ് അങ്ങനെയാണല്ലോ ട്രെയിൻ. അതേ നമ്മുടെ തമിഴ്നാടായിട്ടുണ്ട് ഗൈസ്. അപ്പം കേരളം വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം കഴിഞ്ഞു പോകും. ഫുഡാണെങ്കിലും വൃത്തിയും വെടുപ്പാണെങ്കിലും എല്ലാം കഴിഞ്ഞു. ഒരു വൃത്തിയും വെടുപ്പില്ലാത്ത സ്ഥലമാണ് നമ്മുടെ തമിഴ്നാട് കേട്ടോ. ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് ഒട്ടും ഡൈജസ്റ്റ് ആവില്ല. അതായത് കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്ക് പിന്നെ തീരും പറയും വേണ്ട. അപ്പോൾ നല്ല രീതിക്കുള്ള റിസോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അവരത് മെയിൻറ്റെയിൻ ചെയ്യണില്ല. അതാണ് അവരുടെ പ്രശ്നം. അങ്ങനെ എവിടെ നോക്കിയാലും കുറച്ച് പച്ചപ്പൊക്കെ കാണുന്ന സ്ഥലങ്ങളുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണാം. മെയിനായിട്ട് ഇവരുടെ ഇത് അഗ്രികൾച്ചറാണല്ലോ. അപ്പോൾ കുറേ ഇങ്ങനെ കൃഷി ഭൂമികൾ കാണാം. മല്ലിയില, വേപ്പല, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാണാം. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഭയങ്കര സ്പീഡിലായിട്ടാണ് പോണത്. കുറച്ച് കഴിയുമ്പോൾ ഇഴഞ്ഞു പോകും, കുറച്ച് കഴിയുമ്പോൾ നിർത്തിയിടും. ഇതന്നെ തുടർന്ന് പോവുകയാണ്. ട്രെയിനിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെയല്ല. നമ്മൾ പോണത് വ്യാഴാഴ്ച ആയിട്ടാണ്. ബുധനാഴ്ച കയറി, വൈകിട്ട് കയറി, 12 മണിക്ക് കയറി. അങ്ങനെ അപ്പോൾ ഇതൊരു കുഞ്ഞാവയ്ക്ക് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ എൻ്റെ പൊന്നോ ഒരു ലോഡ് സാധനങ്ങൾ വിൽക്കാനായിട്ട് ആൾക്കാർ വന്ന് കീ ചെയിൻ, അത് ഇത്, തേങ്ങ, മാങ്ങ, കാപ്പി. ജമ്മുണ്ടെങ്കിൽ ആരും ഈ ട്രെയിനിൽ നിന്നൊന്നും കാപ്പി മേടിച്ച് കുടിക്കരുത് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ചായ കിട്ടിയ കൊള്ളാമെന്നായിരുന്നു. പക്ഷേ ഇവരുടെ ചായ ഞാൻ ജമ്മുണ്ടെങ്കിൽ കുടിക്കില്ല. കാരണം അമ്മാതിരി വൃത്തി വെടുപ്പുള്ളവർ. അത് അപ്പുറത്ത് ജെയിംസ് ചേട്ടനും കുഞ്ചൂസും ചേച്ചി ഇരിക്കുന്നുണ്ട്, അപ്പുറത്ത് ഞാനുണ്ട്. അങ്ങനെ ട്രെയിൻ പിന്നെയും പോയിക്കൊണ്ടിരിക്കാനടാ. അതിൻ്റെ ഇടയിൽ കുറേ ഇങ്ങനെ നമ്മൾ AC അല്ല എടുത്തേക്കുന്നത്, നമ്മൾ സ്ലീപ്പറാണ് എടുത്തേക്കുന്നത്. കാരണം രാത്രി കയറി കഴിഞ്ഞാൽ രാവിലെ ഇവിടെ എത്രയും നമ്മൾ AC എടുക്കേണ്ട കാര്യമില്ലല്ലോ. പറയുമ്പോൾ അത്ര നമ്മൾ വിചാരിച്ചത്ര ചൂടില്ല കേട്ടോ ട്രെയിനിന്. അപ്പം ഓരോ സ്റ്റേഷനിൽ എത്തുമ്പോൾ ഓരോരുത്തർ ഇറങ്ങും അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഡിജോ അപ്പുറത്തുനിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 8-7 ബോഗി അപ്പുറമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഡിജോ അവിടെ നിന്ന് അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചും കാര്യങ്ങളുടെ ഇടയിൽ പിന്നെ ഫോണാണല്ലോ. അതിൻ്റെ ഇടയിൽ എൻ്റെ പൊന്നെ ചിരിക്കാൻ വയ്യ. നമ്മുടെ മറ്റേ ടീംസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആരെ ലീലാകൃഷ്ണ ആണെന്ന് പറഞ്ഞിട്ട് ഡിജോനെ പിടിക്കലും എന്നെ പിടിച്ചുഴിയില്ല. നന്നായി എന്നൊക്കെ പറഞ്ഞു വീഡിയോ എടുക്കാനായിട്ട് അവർ സമ്മതിച്ചില്ല കേട്ടോ. എൻ്റെ ഫോണൊക്കെ പൊത്തിപ്പിടിച്ച്. പിന്നെ ഒന്നോർക്കുമ്പോൾ അവരുടെ ജീവിതം എന്തായാലും ഒരു വല്ലാത്തൊരു ജീവിതമാണ് അവറ്റങ്ങളിലെ, പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഉപദ്രവം പറഞ്ഞ ടീംസിനെയാണ് നമുക്ക് പേടി. ഇങ്ങനെ ഇതായിട്ടുള്ളവറ്റങ്ങൾ കുഴപ്പമില്ല. അങ്ങനെ അവരുടെ പൈസയും കാര്യങ്ങളൊക്കെ മേടിച്ച് പോയി. ഇതേ നമ്മൾ നമ്മുടെ യാത്ര വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഒരു മഴക്കാർ പോലെ വന്നിട്ടുണ്ട്, പക്ഷെ മഴ പെയ്യണില്ല. ജസ്റ്റ് ഇങ്ങനെ തൂണുന്നുണ്ട്, എന്നാൽ പെയ്യണില്ല മൊത്തമായിട്ട്. അപ്പം അങ്ങനെ ഒരു കാലാവസ്ഥയാണ്. അത് കാരണം ചൂടില്ല. കുഞ്ചൂസ് വന്നിട്ട് ഇത് എത്തിയില്ലേ എന്ന് കുറേ നേരമായി ചോദിക്കുന്നു. കുഞ്ചൂസ് സുന്ദി ഇരിക്കുന്നുണ്ട്. 2 പേരും എത്താറായില്ലേ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഓരോ സ്റ്റേഷൻ എത്തുമ്പോഴും ഇറങ്ങാറായ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മറ്റേ പിള്ളേർ സെറ്റ് അപ്പുറത്താണ് കേട്ടോ. അവർ അതിന് വലുത്താണ്. അവർ അവിടെ കയറ് പൊട്ടിച്ചിട്ടാണ് നിൽക്കണത്. എത്തിയില്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പം പറഞ്ഞും പിടിച്ചത് നമ്മുടെ സ്റ്റേഷൻ എത്തി ഗൈസ്. അപ്പം നാഗപട്ടണത്താണ് നമ്മൾ ഇറങ്ങണത് കേട്ടോ. ഇങ്ങനെ അതേ കെട്ടും ബാണ്ടൊക്കെ എടുത്ത് നമ്മൾ അങ്ങോട്ട് ഇറങ്ങാണ്. ഒരു വിധത്തിൽ അങ്ങോട്ട് എത്തി. അവിടെ എത്തിയപ്പോൾ പറയും വേണ്ട, ഓട്ടോക്കാർ തമ്മിലുള്ള അടി. നമ്മൾ ഓട്ടോയ്ക്ക് പോവാ അല്ലെങ്കിൽ ട്രെയിനിൽ പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഓട്ടോയ്ക്ക് പോകാമെന്ന് വിചാരിച്ച്
അങ്ങനെ അവര് തമ്മിൽ അടി. ഇവരുടെ അടുത്ത് വേറെ സെറ്റാക്കി, നമ്മുടെ അടുത്ത് ഒരാൾ വന്ന് വേറെ സെറ്റാക്കി. അവസാനം നമ്മൾ പറഞ്ഞ് രണ്ടും കൂടി ഒരു എമൗണ്ട് പറഞ്ഞ് സെറ്റാക്കി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 3 ചക്ര വണ്ടിക്ക് ഇത് പാട്ടും പാടി അവിടെ നിന്ന് പറപ്പിച്ച് വരാണ്. ഞങ്ങളുടെ പിന്നാലെ അവരുണ്ട്. അങ്ങനെ അവര് നമ്മളെ വെട്ടിച്ച് പോകും, പിന്നാലെ നമ്മൾ അവരെ വെട്ടിച്ച് പോകും. അങ്ങനെ ഭയങ്കര ചേസായിരുന്നു, വൻ ചേസായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. പക്ഷെ സംഗതി കളറായി, നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഈ കാറിൽ മാത്രം പോയി ശീലിച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പോകണ്ടേ. അപ്പോൾ നമ്മൾ സ്ഥിരം എടുക്കാറുള്ള നമ്മളെ മേരിലാൻഡ് ചർച്ച് വ്യൂ സൂട്ട് റൂം തന്നെ നമ്മൾ എടുത്തിട്ടാ. അങ്ങനെ നേരെ അവിടെ കയറി അവിടുത്തെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ 2 റൂം എടുത്ത് അപ്പം റൂമിൽ കയറിയപ്പോൾ ഒരു ആശ്വാസം, ഫുൾ AC ആണല്ലോ. അങ്ങനെ നമ്മളവിടെ എത്തിയപ്പോൾ ഒരു 12:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇപ്പുറത്ത് ഇതാണ് അംഗം, അവർ കാപ്പിയും കാര്യങ്ങളൊക്കെ വെക്കണം. കാരണം എല്ലാവർക്കും ഒരു കാപ്പി കിട്ടിയ കൊള്ളായിരുന്നു. ആരും പല്ലും കാര്യങ്ങളൊന്നും തേച്ചിട്ടൊന്നും ഇല്ല. അപ്പോൾ അതേ കാപ്പിയും കാര്യങ്ങളൊക്കെ കുടിക്കണം, ഒരു ഉഷാറ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാപ്പിയും ഒക്കെ കുടിച്ച് എല്ലാവരും സെറ്റായിട്ടിരിക്കുകയാണ്. ഇനി കുളിക്കണം, കുറച്ച് നേരം കെടുക്കണം, വെയിലാറിയിട്ട് വേണം നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ. ഈ വെയിലത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് താങ്ങില്ല, കുഴഞ്ഞു വീഴും, അമ്മാതിരി വെയിലാണ്. അപ്പോൾ അതേ ഓരോരുത്തരെ എളി ഫോൺ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഓരോരുത്തരെ കുളിപ്പിച്ച് ചേച്ചി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജെയിംസ് ഏട്ടാ അവിടെ ഇരുന്ന് വാർത്തയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഞാനും എളിയും സുന്ദരിയും പല്ലേക്കാൻ നിൽക്കുക, കാരണം പല്ലേച്ചിട്ടില്ലല്ലോ നമ്മൾ. അങ്ങനെ പല്ലേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കുളിച്ച് സുന്ദരി കുട്ടികളായിട്ട് നേരെ ഭക്ഷണം കഴിക്കാൻ പോയിട്ടാണ്. കുളിച്ചില്ല, കുളിക്കുന്നതിന് മുന്നേ നമ്മൾ ഭക്ഷണം കഴിച്ചേട്ടാ. അതായത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇനി ഫുഡ് കിട്ടില്ല. നമ്മൾ എത്തിയ സമയം ഒരു സമയമാണ്. അപ്പം നേരെ ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരമൊക്കെ ഇടുന്നിട്ട് വെയിലാറിയപ്പോൾ നമ്മൾ കുളിച്ച് മാറി സുന്ദരി കുട്ടികളായിട്ടാ. ഇനി കുളിച്ചിട്ട് ഇപ്പോൾ ഈ പോകുന്നത് നട്ടപ്പുറം വെയിലത്തേക്കാണ്, അത് വേറെ കാര്യം. എന്നാലും ഫ്രഷ് ആയിപ്പോൾ ഒരു സമാധാനം. അപ്പോൾ നമ്മുടെ ജുവാനും ന്യൂനും ഒക്കെ ഇരുന്ന് ഓടുണ്ടിട്ടാ. അവർക്ക് ഈ പറഞ്ഞ മാതിരി അങ്ങോട്ടോടാ ഇങ്ങോട്ടോടാ, അതാണ് രസമായിരുന്നു കേട്ടാ. അപ്പം അതെ ദിവ്യേച്ചിയും ഡിറ്റേച്ചിയൊക്കെ മാറിയിട്ടുണ്ട്, റോസും മാറി കഴിഞ്ഞിട്ടുണ്ട്, മമ്മിയും മാറിയിട്ടുണ്ട്, എല്ലാവരും മാറിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളും മാറി പുറത്തോട്ട് ഇറങ്ങാണ്. എന്തായാലും രസമായിരുന്നു കേട്ടോ ട്രെയിൻ യാത്രയും കാര്യങ്ങളൊക്കെ. എല്ലാവരും എൻജോയ് ചെയ്തു, ആർക്കും ഇങ്ങനെ ഇതായിട്ടില്ല. അപ്പോൾ അതേ നമ്മൾ നേരെ നടന്ന് നമ്മുടെ പള്ളിയിലോട്ട് പോവാണ്. അപ്പോൾ ഇന്ന് പെസഹവ്യാഴായതുകൊണ്ട് നല്ല രീതിക്കുള്ള തിരക്കുണ്ടാവുമെന്ന് നമുക്കറിയാം. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതേ വഴിയിൽ ഇങ്ങനെ കുറേ ഭിക്ഷാടനം ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ സഹതാപം കൊണ്ട് പൈസ കൊടുത്തിട്ട് അവർ 2 മിനിറ്റ് അതിന് തിരിഞ്ഞു നോക്കുമ്പോണ്ടല്ലോ, അവർ നൈസായിട്ട് എണീറ്റ് പോകുന്നുണ്ട്. അതങ്ങനെ കുറേ ടീംസ് ഉണ്ട് കേട്ടോ. അങ്ങനെ അതെ നമ്മൾ പതുക്കെ നടന്ന് എക്സ്പ്ലോർ ചെയ്ത് പോവാണ്. അപ്പോൾ വെള്ളം വണ്ടിയൊക്കെ പോകുന്നുണ്ട്, എവിടത്തെയാണെന്ന് തമ്പുരാനറിയാം. പിന്നെ മെയിനായിട്ട് ഇവരുടെ സംഭവം എന്ന് പറഞ്ഞാൽ മറ്റേ ഭൂരി വറുത്തിട്ടില്ലാണ് കേട്ടോ. പിന്നെ വിറക് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് കിച്ചൺ സെറ്റപ്പ് ഒക്കെ നോക്കണവർക്ക് ഇതാണ്. പിന്നെ കരിക്ക്, പിന്നെ പൂരി വറുത്തിട്ടില്ല, ഞാൻ പറഞ്ഞില്ലേ, അതാണ് അവരുടെ മെയിൻ. അപ്പോൾ നമ്മുടെ ഓപ്പൺ ഗ്രൗണ്ടിൽ ആണ് കുർബാനയും കാര്യങ്ങളൊക്കെ നടക്കണേ. അതുപോലെ തന്നെ അവിടെ തന്നെ ആരാധനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ തിരക്കിൻ്റെ ഇടയിലേക്ക് പോകണോ അതോ ഇവിടെ നിൽക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. കാരണം എല്ലായിടത്തും തിരക്കാണ്, എല്ലായിടത്തും പറഞ്ഞാൽ എല്ലായിടത്തും ഭയങ്കര തിരക്കാണ്. ഇരിക്കാനൊന്നും നമുക്കിവിടെ സ്ഥലം കിട്ടില്ലല്ലോ. പിന്നെ നമ്മൾ ഈ ഫുട്പാത്തിലെങ്ങാനും ഇരിക്കേണ്ടി വരും, അത് നടക്കില്ല. അപ്പോൾ നമ്മൾ നേരെ ആ തിരക്കിലോട്ട് കയറി കസാര ഉണ്ടോ എന്ന് നോക്കി. പിന്നെ അവിടെ കസാര കളിയായി, എളി ഓടും, സുന്ദിട്ട് ഓടും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഓടിപ്പോയി എടുക്കും. അങ്ങനെ ഒരുവിധം കസാരൊക്കെ ഒപ്പിച്ച് ഞങ്ങൾ ഇരുന്ന്. അങ്ങനെ കുർബാനയാണെന്നറിയാം, പക്ഷെ ഒന്നും മനസ്സിലാവില്ലേ, നമ്മുടെ മലയാളമല്ലല്ലോ. പിന്നെ നമ്മളാ ഒരു ഇതിലങ്ങോട്ട് ഇരുന്നു, പ്രാർത്ഥിച്ചങ്ങോട്ട് ഇരുന്നു. പെസഹവ്യാഴമല്ല, പിന്നെ മറ്റേ കാല് കഴുകലൊക്കെ കഴിഞ്ഞ് ഇതാക്കിയിട്ടിരിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ കുർബാനൊക്കെ സ്വീകരിച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ ആ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുറേ ഇങ്ങനെ കാണാം. എനിക്കാണെങ്കിൽ ഇത് കാണുമ്പോഴത്തേനും എന്താ പറയുക, ഇതാണ്. ഇവർക്കാണെങ്കിൽ ഇത് തിന്നു നോക്കണം. ജെയിംസ് സാറിനും ഡിജോനാണെങ്കിൽ അത് മേടിച്ചേ പറ്റും. നിങ്ങൾ എന്തെങ്കിലും കാണിക്കുന്നതുകൊണ്ട് അങ്ങനെ നിന്ന്. അപ്പുറത്ത് ടീംസ് മറ്റേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അപ്പുറത്തേക്ക് പോയിട്ടാണ്. പിന്നെ നമ്മൾ ബീച്ചിൻ്റെ അവിടുത്തെ പള്ളിയുടെ അവിടെ എത്തിയപ്പോഴാണ് നല്ല രസം. എൻ്റെ പൊന്നോ, മീൻ വറക്കല്, പൊരിക്കല്, ചിന്ന വട, പെരിയ വട, മറ്റേ അപ്പം, വെള്ളയപ്പം, എങ്ങനെ അവർ കഴിക്കണം അവസ്ഥ. അത് വാങ്ങിക്കാൻ ഒരു ലോഡ് ആൾക്കാർ. മീനൊക്കെ മറ്റേ ചുമപ്പ പെയിന്റ് അടിച്ച് വെച്ചേക്കാണ് കേട്ടോ. അതേ കണ്ട വട്ടൊക്കെ ലൈവായിട്ട് എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ പള്ളിയിലൊക്കെ കയറി. അവിടെ ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊന്നും അല്ല, അവിടെ അല്ല. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ പ്രാർത്ഥിച്ച് പിന്നെ പോയത് ബീച്ചിലോട്ടാണ് കേട്ടോ. അവിടെ പോയിട്ടുണ്ടെങ്കിൽ
ഒരുമാതിരി എല്ലാ ഗെയിംസും ഉണ്ട്. അപ്പോൾ നമ്മുടെ ടീംസ് പിന്നെ വിഡോ ഗെയിംസ് കണ്ടാകും. അപ്പോൾ പിള്ളേർ സെറ്റിനൊക്കെ എറിയണമെന്നൊക്കെ പറഞ്ഞു. എറിഞ്ഞ് കഴിഞ്ഞ് കിട്ടി കഴിഞ്ഞാൽ പാവയാണ് സമ്മാനം കേട്ടോ. പിള്ളേർ സെറ്റൊക്കെ എറിയണുണ്ട്. സുന്ദിട്ട് എറിഞ്ഞു, ഒന്നും കിട്ടിയില്ല, ഇങ്ങോട്ട് പോകുന്നു. പിന്നെ മാതാവിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് മുല്ലപ്പ് കിട്ടിയിട്ട് എല്ലാവരും മുല്ലപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോരുത്തരുടെ കൂടെ വന്ന് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും വിറ്റെന്ന് പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ചൂസാണ്. കുഞ്ചൂസ് എറിയുന്നത് മൊത്തം താഴോട്ടാണ്, ആ ഗ്ലാസ്സുമ്മയ്ക്ക് പോലും എത്തണില്ല. അത് കഴിഞ്ഞ് നമ്മുടെ ജെയിംസ് ചേട്ടനൊക്കെ ട്രൈ ചെയ്തു കേട്ടോ. ജെയിംസ് ചേട്ടൻ 3 വട്ടം ട്രൈ ചെയ്തതിൽ ജെയിംസ് ചേട്ടന് കിഡിലനായിട്ട് കിട്ടി. അങ്ങനെ 2 പാവ കിട്ടി ജെയിംസ് ചേട്ടന്. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. പണ്ട് ആ ജെയിംസ് ചേട്ടൻ കുറേ മാങ്ങ എറിഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഇതാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതേ ജെയിംസ് ചേട്ടൻ എറിയണത് കേട്ടോ കിഡിലനായിട്ട് കൊണ്ടു, അടുത്തേലെല്ലാം പൂട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു. അവർ എറിഞ്ഞെറിഞ്ഞ എല്ലാം പാവ കിട്ടി. ഇതന്നെ ഒരു പണിയായിട്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് പൈസ അങ്ങോട്ട് പോയി. പിന്നെ ബീച്ചിലേക്ക് പിന്നെ അങ്ങനെ കണ്ടിക്കുക, അല്ലാണ്ട് ഇറങ്ങാൻ പറ്റില്ലല്ലോ. കാരണം നല്ല വൃത്തിയും വെടുപ്പുള്ള ബീച്ചായതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇറങ്ങിയില്ല. വെള്ളത്തിൻ്റെ കളറ് കണ്ട, അയ്യോ. കരയിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട. നോക്കി നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാല് ചെരുപ്പ് മാറ്റാനേ നേരം ഉണ്ടാവുള്ളൂ. അതങ്ങനെ എന്നാലും കുറേ ഇറങ്ങും കേട്ടോ. പിന്നെ വിശന്നിട്ട് കണ്ണ് കാണാണ്ടായപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ടൊരു സ്ഥലത്ത് കയറി. കുറേ നേരം ഇരുന്ന് മസാല ദോശയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വരുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ ഓരോരുത്തരുടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ വന്ന് ഭക്ഷണം വിശന്നിട്ട് പോയാൽ അപ്പോൾ അത് കിട്ടിയപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റി. അപ്പോൾ അത്രയ്ക്കുള്ള ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.